ഈ അനുഗ്രഹീതമായ ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. കർത്താവിൻ്റെ ബലത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. ഭാവി എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ഭാവി എന്ന് പറയുന്നത് വെറുതെ കാത്തിരുന്നാൽ കിട്ടുന്നതല്ല. ആ ഭാവിയെ നാം ഉണ്ടാക്കിയെടുക്കണം. പഠിക്കേണ്ട പുസ്തകങ്ങൾ അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം, അതിനുവേണ്ടി ഉറക്കളിക്കണം, അതിനുവേണ്ടി വില മുടക്കണം. അങ്ങനെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ഭാവി. വെറുതെ ഉണ്ടായി വരുന്നതല്ല നമ്മുടെ ഭാവി. കാത്തിരുന്നു എന്ന് കരുതി നമുക്കൊരു ഭാവി ഉണ്ടാകില്ല. അതിനുവേണ്ടി വില മുടക്കണം. ചിലത് നമ്മൾ സൃഷ്ടിച്ചേ മതിയാവും. അതിനുള്ള കൃപ യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തരും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ 11 മുതൽ വായിക്കുമ്പോൾ പത്രോസ് എന്താണ് ദർശനം കണ്ടത്? പത്രോസ് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു. അവൻ അവിടെ പ്രാർത്ഥനയിലാണ്, ബൈബിൾ വായിക്കുന്നുണ്ട്. അവൻ അടുത്ത പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവേ, ഇനി എൻ്റെ ശുശ്രൂഷയുടെ അടുത്ത ചാൽ എങ്ങോട്ടാണ്? ഞാൻ അടുത്തത് എന്ത് ചെയ്യണം? എന്നോടുള്ള അങ്ങയുടെ തിരിഹിതം എന്താണ്? ഇതൊക്കെ പത്രോസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവന് ഒരു വിവശതയുണ്ടായതും അവനൊരു വലിയ ദർശനം കണ്ടതും പിന്നീട് നമ്മൾ വായിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 11. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. പത്രോസ് കാണുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പാത്രം 4 മൂലയിലും കയറ് കെട്ടി താഴോട്ട് ഇറക്കി ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു കാഴ്ചയെ അവൻ കാണുകയാണ്. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവജാതിയും ഉണ്ടായിരുന്നു. ഈ നോഹയുടെ പെട്ടകത്തിൽ കയറിയ എല്ലാ പുള്ളിക്കാരും ഇതിനകത്ത് ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ശബ്ദമുണ്ടായി. ഇദ്ദേഹത്തിന് നല്ല വിശപ്പുമുണ്ട്. ഈ സമയത്ത് തിന്നാൻ പറ്റിയ കുറേ സാധനം ദൈവം സ്വർഗത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. നല്ല വിശപ്പാ. വിശപ്പിൻ്റെ കത്തൽ നടക്കുമ്പോഴാണ് ഈ ദർശനം കാണുന്നത്. എഴുന്നേറ്റ് ഇതിനെയെല്ലാം അറുത്ത് തിന്നുക. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ, എനിക്ക് പാടില്ല കർത്താവേ. കർത്താവ് പറഞ്ഞു തിന്നാൻ, പത്രോസ് പറഞ്ഞത് പാടില്ല. അവനെടുത്ത തീരുമാനം അശുദ്ധമായത് മലിനമായത് ഒന്നും അവൻ തൊടില്ല. ഒരു നല്ല യഹൂദൻ്റെ നല്ല ഗുണനിലവാരങ്ങൾ മുഴുവനും ഈ മീൻപിടുത്തക്കാരനുണ്ട്. അവൻ പാവപ്പെട്ടവനാണ്, രാത്രികൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തവനാണ്, ജീവിതത്തിൽ വളരെ തകർന്നവനാണ്. അവനെ തന്നെ വിശേഷിപ്പിച്ച് പാപിയായ ഒരു മനുഷ്യനാണ്. എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. എങ്കിലും അവനിൽ വലിയ മൂല്യമേറിയ സ്വഭാവ വിശേഷതകളുണ്ട്. എന്താണ്? അവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. അവൻ വെറും, അവനെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിച്ചതുപോലെ പഠിപ്പില്ലാത്തവനാണ്, സാമാന്യനാണ്. സംഭവം കൊള്ളാം, എന്നാൽ പഠിപ്പില്ലെങ്കിലും ദൈവിക കാര്യങ്ങളിൽ വളരെ അറിവുള്ളവനാണ്. അവന് ദൈവവചനം അറിയാം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അറിയാം. അവന് പഠിപ്പില്ല, സമൂഹത്തിൽ അതല്ലാതെ പല കാര്യങ്ങളും അവന് അറിയില്ല. എന്നാൽ ദൈവിക കാര്യങ്ങൾക്ക് നല്ല പഠിപ്പാണ്. ലോകത്തിലെ എല്ലാ കാര്യവും അറിയാം, എന്നാൽ ദൈവിക കാര്യം അറിയില്ലെങ്കിൽ നമ്മെപ്പോലെ വിഡ്ഢികൾ ലോകത്താരുമില്ല. എന്നാൽ പത്രോസിൻ്റെ പ്രത്യേകത, ലോകത്തിലെ പല അറിവുകളുമില്ല, എന്നാൽ ദൈവികമായ അറിവുകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്ന, പാടില്ല കർത്താവേ. ദൈവം പറഞ്ഞിട്ട് പോലും ഒരു കാര്യം വേണ്ട എന്ന് പറയണമെങ്കിൽ താൻ ദൈവിക വചനത്തിൽ എത്രത്തോളം സ്ട്രോങ് ആണ്. പാടില്ല കർത്താവേ, മലിനമായതൊന്നും ഞാൻ ഇന്ന് വരെ തിന്നിട്ടില്ല. അവൻ്റെ കുഞ്ഞുനാൾ മുതലേ അതുപോലെയുള്ളൊരു ചിട്ടയുള്ള
ഒരു ദൈവവചനപ്രകാരമുള്ള ഒരു വിശ്വാസ ജീവിതം അവനുണ്ട്. അങ്ങനെ പ്രവൃത്തിയിൽ ബലപ്പെട്ട് നിൽക്കുന്ന ഒരുവനാണ് അവൻ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ എന്ന് പറഞ്ഞു. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. ഭൂമിയിലുള്ള സകല ഇഴജാതി നാൽക്കാലി പർവ്വജാതിയാണ്, എന്നാൽ ഇത് വന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതായത് സ്വർഗം അംഗീകരിച്ചു. സ്വർഗം അംഗീകരിച്ചതിനെ ഇനി നീ മലിനമെന്ന് പറയരുത്. ഇതാണ് ദർശനം. ഇത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് പോയതല്ല, സ്വർഗത്തിൽ നിന്ന് കയറ് കെട്ടി ഭൂമിയിലോട്ട് ഇറക്കിയതാണ്. പത്രോസേ, ഞാൻ ഒന്നിനെ വിശുദ്ധീകരിച്ചാൽ നീ വെറുതെ മലിനമെന്ന് പറയുന്നത് എന്തിന്? നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഒന്ന്, അതിനകത്ത് പറയുന്നത് അവനൊരു ദർശനമുണ്ടായി. എത്ര പ്രാവശ്യം ദർശനമുണ്ടായി? 3 പ്രാവശ്യം അവന് ദർശനമുണ്ടായി. അപ്പോൾ ഒരു കാര്യം ദൈവം കാണിച്ചാൽ ഒന്ന് സംഭവിക്കാനുള്ളതാണ്. ഒരു ദർശനം കണ്ടാൽ അതിൻ്റെ അർത്ഥം സംഭവിക്കാനുള്ളതാണ്. 2 പ്രാവശ്യം അതുണ്ടായാലോ അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ജോസഫ് ഫറവോയോട് പറയുന്നത്, ഫറവോ ഇത് 2 പ്രാവശ്യം കാണുവാൻ കാരണം ഈ സ്വപ്നം വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം ജോസഫ് രാജാവിനോട് പറയുന്നത്. അപ്പോൾ 3 പ്രാവശ്യം ഉണ്ടായാലോ അത് അന്ന് സംഭവിക്കാനുള്ളതാണ്. ഒന്നുകൂടി പറയാം, ഒരു ദർശനം ഒരിക്കലുണ്ടായാൽ അത് സംഭവിക്കാനുള്ളതാണ്. 2 പ്രാവശ്യം ഉണ്ടായാൽ അത് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. 3 പ്രാവശ്യം ഉണ്ടായാലോ അത് അന്ന് തന്നെ സംഭവിക്കാനുള്ളത്. ഇങ്ങനെ ദർശനങ്ങളുടെ ആധിക്യങ്ങളെ നമുക്ക് അളക്കുവാൻ നമ്മുടെ പരിചയസമ്പത്താണ് കൂടുതൽ കാരണമാകുന്നത്. ദർശനങ്ങൾ കാണുന്നവർക്ക്, കൂടെ ദർശനങ്ങൾ കാണുന്നവർക്ക് ദർശനങ്ങളെ, സ്വപ്നങ്ങളെ, അതിൻ്റെ നിലവാരമെന്തെന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ദർശനങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കണം. കർത്താവേ, എന്നെ ഒരു ദർശനം കാണിക്കണേന്ന്, ഒരു വെളിപ്പാട് തരണേന്ന് പറഞ്ഞാൽ കാണും. അതിനെ വളർത്തിയെടുക്കണം. പത്രോസ് 1 പ്രാവശ്യം കണ്ട് നിൽക്കുന്നവനല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം കാണുകയാണ്. അതിൻ്റെ അർത്ഥം അത് അന്ന് ആ ദിവസം സംഭവിക്കാനുള്ളതാണ്. ഇതുപോലെ ഒരേ കാര്യം തന്നെ 2 or 3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ 3 പ്രാവശ്യം ഒരു കാര്യം തന്നെ കണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇന്ന് നടക്കും. 2 പ്രാവശ്യമാണെങ്കിൽ അത് വേഗത്തിൽ നടക്കാനുള്ളതാണ്. ചിലപ്പോൾ അതൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ നടക്കാനുള്ളതാണ്. 1 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, അത് നടക്കാനുള്ളതാണ്. അത് എപ്പോഴാണെന്നൊന്നും പറയില്ല, അതൊരിക്കൽ നടക്കും. ഇങ്ങനെയാണ് ദർശനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പത്രോസ് കണ്ടത് ഒരു തുറന്ന സ്വർഗമാണ്. ഒരു വിവശത വന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവനൊരു തുറന്ന സ്വർഗം കണ്ടു. കാണേണ്ട ദർശനങ്ങൾ, കാണേണ്ട സ്വപ്നങ്ങൾ ഒരു തുറന്ന സ്വർഗത്തിൽ നിന്നായിരിക്കണം. അത് ഭൗമികമായ മാനസിക മണ്ഡലത്തിൽ ഉരുവാകുന്ന ഒന്നാകരുത്, അത് സ്വർഗീയമായിരിക്കണം. ആത്മമണ്ഡലത്തിൽ ഉളവാകുന്ന ഒന്നായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. തുറന്ന സ്വർഗത്തിൽ നിന്ന് ഉള്ള ഒരു കാഴ്ച. 2, സ്വർഗത്തിലെ പാത്രമാണ് കണ്ടത്. സ്വർഗത്തിൽ നിന്നൊരു പാത്രം ഇറങ്ങി വരുന്നു. അതിനകത്ത് ഭൂമിയിലുള്ളതിനെ നിറച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ഒരു പാത്രത്തിൽ ഭൂമിയിലുള്ളതിനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്വർഗം ഭൂമിയിലുള്ള പലതിനെയും അംഗീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശൗൽ പൗലോസായി മാറാൻ കാരണമായത്. എന്താണ്?
സ്വർഗത്തിലെ ഒരു പാത്രം, ആ പാത്രമായി പൗലോസ് തന്നെ മാറുകയാണ്. ഒരു മാനപാത്രമായി മാറി. ഹീന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൺപാത്രങ്ങളുണ്ട്, മാനകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിൺപാത്രങ്ങളുമുണ്ട്. നാം മൺപാത്രമാണ്, എന്നാൽ അതിനെ വിൺപാത്രമായി മാറ്റുന്ന പരിപാടിയാണ് കർത്താവ് ചെയ്യുന്നത്. സ്വർഗീയമായ കലവറകൾ തുറന്നു കിട്ടിയ പൗലോസ് അവനിപ്പോൾ നിഷ്ഠൂരനല്ല, ഉപദ്രവിയല്ല, ദൂഷകനല്ല. അവൻ സ്വർഗീയ ദർശനങ്ങൾക്ക് അനുസരണക്കേട് കാണിക്കാത്ത ഒരു അപ്പോസ്തലനായി മാറി. അവനൊരു വിൺപാത്രമായി മാറി. അപ്പോൾ സ്വർഗത്തിലെ പാത്രമായി മാറി. തുറന്ന സ്വർഗം, സ്വർഗത്തിലെ പാത്രം. അടുത്തത് സകല ജീവികൾ. ദൈവം സകല ജാതികളെയും അശുദ്ധരായി ഇപ്പോൾ കാണുന്നില്ല. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം എല്ലാവരെയും ദൈവം ശ്രേഷ്ഠമായി കാണുന്നു. കാരണം യേശുവിലേക്ക് അവർ തിരിഞ്ഞാൽ അവർ പിന്നെ വിശുദ്ധരാണ്. അവരെ പിന്നെ മലിനമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതിയതാണ്. ഒന്നിനെയും മലിനമെന്ന് പറയാൻ കഴിയില്ല. നീ പറയരുത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ജഡപ്രകാരം ആരെയും കാണരുത്, ആത്മാവിൽ കാണണം. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, യഹൂദനാകട്ടെ യവനനാകട്ടെ, ക്രിസ്തുവിൽ ഒരുപോലെയാണ്. അടുത്തത് തുറന്ന സ്വർഗം കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു പാത്രം വരുന്നത് കണ്ടു. പാത്രത്തിൽ എല്ലാവിധ ജീവികളെയും കണ്ടു. തിന്നുക. തിന്നുക എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. നീ അത് ആസ്വദിക്കണം. അതിനെ മോശമെന്ന് പറയരുത്, അത് നല്ലതായി നീ ആസ്വദിക്കണം. അടുത്തത് നിന്റെ വിശപ്പ് മാറ്റണം. യേശു യോഹന്നാന്റെ സുവിശേഷം 4 ഒരു കാര്യം പറയുന്നുണ്ട്. 4:32 നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. ഗുരുവേ, ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞ് അവർ പട്ടണത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ കിണറ്റുകരയിലിരിക്കുന്ന യേശു പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട്. എൻ്റെ വിശപ്പ് അങ്ങനെ മാറൂ. എന്താണ്? ആത്മാക്കൾ കടന്നു വരുന്ന, മറ്റുള്ളവരെ, ജനങ്ങളെ നേടുന്ന, ശമരിയക്കാരെ നേടുന്ന ഒരു വിശപ്പ് യേശുവിനുണ്ടായിരുന്നു. ശമരിയക്കാർ വന്ന് യേശുവിനെ കൊണ്ടുപോയി 2 ദിവസം അവിടെ പാർപ്പിച്ചു. അത് യോഹന്നാൻ 4 കാണുന്നു. 2 നാൾ യേശു ഈ ശമരിയക്കാരുടെ കൂടെ പാർത്തു. ആ പട്ടണത്തിലുള്ളവർ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് അതിനുശേഷം യേശു മടങ്ങി വരുമ്പോഴാണ് യേശുവിൻ്റെ വിശപ്പ് മാറിയത്. താൽക്കാലികമായ കപ്പയും മീനും കൊണ്ട് തീർക്കാൻ പറ്റിയതല്ല, പൊറോട്ടയും ബീഫ് കറിയും കൊണ്ട് തീർക്കാൻ പറ്റിയതല്ലായിരുന്നു യേശുവിൻ്റെ വിശപ്പ്. പിന്നെ എന്തായിരുന്നു? യേശുവിൻ്റെ വിശപ്പ് മാറ്റണമെങ്കിൽ എല്ലാവരും എല്ലായിടത്തും രക്ഷിക്കപ്പെടണം. അത് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിന് ഭയങ്കര വിശപ്പാണ്. കർത്താവിൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റിയ പത്രോസുമാർ എഴുന്നേറ്റ് വരട്ടെ. എല്ലാം അറുത്ത് തിന്നുക. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എല്ലാ ഭാഷക്കാരെയും ഗോത്രക്കാരെയും യേശുവിലേക്ക്, ഈ സത്യത്തിലേക്ക്, ഈ പ്രാർത്ഥനയിലേക്ക്, ഈ കൃപയിലേക്ക്, ഈ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ തലയാകുന്ന ക്രിസ്തുവിന് വിശപ്പ് മാറുകയുള്ളൂ. യേശുവിൻ്റെ വിശപ്പ് മാറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ആത്മാക്കളെ നേടുക. അതിനുള്ള പ്രാപ്തിയും അതിനുള്ള ശക്തിയും അതിനുള്ള കൃപയും ഇതാ പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസിൻ്റെ മാറ്റം പിന്നീട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൈവത്തിൽ ബലപ്പെടാം, കർത്താവിൽ ശക്തിപ്പെടാം, കർത്താവിൻ്റെ വചനത്തിൽ ബലപ്പെടാം, ബൈബിള് വായിക്കാം, ദർശനങ്ങളെ പ്രാപിക്കാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം, ദൈവിക നിയോഗത്തിലേക്ക് നമുക്ക് കണക്റ്റാകാം. പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസവും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. യേശുവേ,
ഇന്ന് കേട്ട തിരുവെഴുത്തുകളെ ബലമേറിയ കൈകളിൽ സമർപ്പിക്കുന്നു. പിശാചിൻ്റെ പ്രവർത്തികൾ അഴിയട്ടെ. സ്വർഗീയ ദർശനങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് ആ ദർശനങ്ങൾ ഇത് കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാക്കളെ നേടുന്ന ഒരു വിശപ്പ് ദൈവസഭയ്ക്കുണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ഒരു വിശപ്പ് കേൾക്കുന്നവർക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളുടെ വിടുതൽ എന്ന വിശപ്പ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞങ്ങൾ അതിനായി സമർപ്പിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ ബലവും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ കൃപയും നിങ്ങളെ വഴി നടത്തും, കൃപ കൊണ്ട് മൂടും, ശക്തിപ്പെടുത്തും. നമുക്ക് ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.
യേശുവേ തരുന്നു ഞാൻ സമ്പൂർണ്ണമാം നിനക്കായി ശോഭിക്കും. പകരും ശക്തി എന്നിൽ നാഥ നിനക്കായി പോയിടാം. വിശ്വസ്ത ദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നീതാ. യേശുവേ ഞങ്ങളെ തരുന്നു കർത്താവേ. അന്ത്യത്തോളം അങ്ങയുടെ ക്രൂശിന്റെ വചനം ഘോഷിപ്പാൻ ഇവിടെയുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ ഭാരത്താൽ ഞങ്ങൾ പിടിക്കപ്പെടട്ടെ കർത്താവേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നവരായി, ജീവിതം മുഴുവൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ഭൂമിയിലുള്ള ഓരോരുത്തരും കർത്താവിന് വേണ്ടി ജീവൻ കളയുമ്പോൾ ഞങ്ങൾ ഈ സമയത്ത് തരുന്നു കർത്താവേ. ഞങ്ങൾ വെറുതെ ഒരു ജീവിതം നയിച്ചു പോകാനല്ല, ഞങ്ങളുടെ വിളിയിലും തിരഞ്ഞെടുപ്പിലേക്ക് എല്ലാവരും ഒന്ന് കയറട്ടെ. ഞങ്ങളെ വിളിച്ചത് അങ്ങയുടെ വേലയ്ക്കാണല്ലോ കർത്താവേ. അതിനായി ഞങ്ങളെ തരുന്നു അപ്പാ, അതിനായി ഞങ്ങളെ തരുന്നു യേശുവേ, അതിനായി ഞങ്ങളെ തരുന്നു കർത്താവ്. വിശ്വസ്ത ദാസനായി, നല്ലവനും വിശ്വസ്തനും എന്ന ദാസനെ എന്നുള്ള സ്വരം ഞങ്ങൾക്കൊന്ന് കേൾക്കണം കർത്താവേ. അങ്ങയുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായി ഞങ്ങൾ എല്ലാവരും ഒന്ന് മാറട്ടെ. ശക്തന്മാരായ ദൈവവേലക്കാർ ഇതിന്റെ നടുവിൽ എഴുന്നേൽക്കട്ടെ. കർത്താവിന് വേണ്ടി കത്തിത്തീരുന്നവർ എഴുന്നേൽക്കട്ടെ. കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ ഈ കാലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവവേലക്കാർ ഇതിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഇതിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ളവർ ഇവിടെ എഴുന്നേൽക്കട്ടെ. വിശ്വസ്തദാസനായി, വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നീ. വിശ്വസ്തദാസനായി